വഅദ് കേൾക്കാമെന്നിരിക്കുന്ന ഉമ്മമാരും പഠിക്കേണ്ട ഒരു ചരിത്രമുണ്ട്. തലമറയ്ക്കാതെ ഔറത്തു മറയ്ക്കാതെ ഇങ്ങനെ നടക്കുന്ന പെങ്ങള് റമദാൻ മാസമാടോ അവസാനത്തെ പത്താടോ എന്തൊരു വെയിലാണെന്നറിയുവോ. ഈ സമയത്ത് റോഡിലൂടെ നോക്കിയാ റോഡ് മുഴുവനും സഹോദരിമാരാ. എല്ലാവരും കടകട കേറി ഇറങ്ങി നടക്കുകയാ. ചോദിച്ചാ പറയും പെരുന്നാളിന്റെ വസ്ത്രം വാങ്ങാനാ. എന്തിനാ പെങ്ങള് ഈ ഫർദ് ധരിക്കുന്ന നിനക്ക് എങ്ങനെയാ ഓരോ കടകടമ കേറി ഇറങ്ങാ നടക്കുന്നത്? അടുത്തൊരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ഉസ്താദ് നിങ്ങൾ വഅദ് പറയുമ്പോ ഒരു കാര്യം പറയണം ഉസ്താദ്. ആ ചെറുപ്പക്കാരൻ ഒരു കടയിലെ സെയിൽസ്മാനാ. പടച്ചവനെ ആ സഹോദരൻ പറയുകയാണ്, നമ്മുടെ സമുദായത്തിലെ പെണ്ണുങ്ങൾക്ക് കരുണയില്ല ഉസ്താദ്. പെങ്ങളെ നീ ഒരു ഷോപ്പിൽ കയറി ചെന്നിട്ട് അതിലെന്ന് പറഞ്ഞ് കടയ്ക്കകത്ത് അടുക്കി വെച്ചിരിക്കുന്ന തുണികൾ മുഴുവനും നീ വലിച്ച് താഴെ ഇടുകയാണ്. എന്നിട്ട് അവസാനം നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞ് ആ കടയിൽ നിന്ന് ഇറങ്ങി പോകുമ്പോ ആ കടയില് ജോലി ചെയ്യുന്ന പാവപ്പെട്ട ചെറുപ്പക്കാരൻ നീ മറന്നു പോകരുത്. അവനൊരു നോമ്പുകാരിയാ മോളെ. ഈ വലിച്ചിട്ടിട്ട് പോയ വസ്ത്രം മുഴുവനും ആ ചെറുപ്പക്കാരൻ വേണം മടക്കി വെക്കാൻ. അല്ലാഹുവേ എന്തൊരു ദ്രോഹമാണ് ചെയ്യുന്നതെന്നറിയുവോ? ഇന്നൊക്കെ പർച്ചേസിന്റെ കാലമാടോ. ശരീരം മറക്കാതെ നടക്കുന്ന പെങ്ങള് ഭർത്താക്കന്മാരെ കേൾക്കടേ. ഇത് പെരുന്നാൾ വരികയാണ്. മക്കള് പറയുന്ന വസ്ത്രം എടുത്തു കൊടുക്കുമ്പോ നല്ല ഇറങ്ങിയ മക്കളുടെ ബോഡി കാണുന്ന വസ്ത്രമല്ലേ വാങ്ങിച്ചു കൊടുക്കുന്നത്. മക്കൾക്ക് കീറിയ പാന്റ് വാങ്ങിക്കൊടുക്കുന്ന വാപ്പാ